ഹായ് ഫ്രണ്ട്സ്, തമിഴ്നാട് ലോഡ് കയറ്റി വന്നിരിക്കുകയാണ്. നടുപ്പണി ബോർഡർ ചെക്ക് പോസ്റ്റിൽ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. സ്കൂൾ ടൈം കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സ്കൂൾ ടൈം കഴിഞ്ഞു, വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കണം. കറക്റ്റ് കൊഴിഞ്ഞാമ്പാറ എത്തിയിട്ടുണ്ട്. കഞ്ചിക്കോട്ടിക്കാണ് ലോഡ്. കൊഴിഞ്ഞാമ്പാറ ടു അത്തിക്കോട് വരെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫ്രീ ആയ റോഡാണ്, കുഴപ്പമില്ല, എല്ലാം അങ്ങനെ പോവാം. കൊഴിഞ്ഞാമ്പാറ ടു അത്തിക്കോട് വരെ ഇതാണ് കൊഴിഞ്ഞാമ്പാറ സെന്റ് പോൾസ് ഹയർ സെക്കൻഡറി സ്കൂള്. നമ്മളിപ്പോൾ പോണത് പാലക്കാട് റോഡിലാണ്. കൊഴിഞ്ഞാമ്പാറ പാലക്കാട് റോഡ്. അത്തിക്കോട് നമ്മൾ റൈറ്റ് തിരിയും. മേനാമ്പാറ നമ്മൾ ലെഫ്റ്റ്. കഞ്ചിക്കോട്ടിക്കാണ് നമ്മൾ പോണത്. കറക്റ്റ് അത്തിക്കോട് എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ 4 റോഡിൽ നിന്ന് റൈറ്റ് തിരിയും. ലെഫ്റ്റ് പോയാൽ നാട്ടുകല്ല്, നേരെ പാലക്കാട്, റൈറ്റ് വേലത്താവളം, കോയമ്പത്തൂർ റോഡ്. നമ്മൾ റൈറ്റാണ് പോണത്. മേനാമ്പാറ കുഴപ്പാലം എത്തിയിട്ടുണ്ട്. നല്ലൊരു ബെൻഡാണ്. അതിൻ്റെ കഴിഞ്ഞാൽ മേനാമ്പാറ പാലം. എന്താ വെള്ളം അല്ലേ? ഇതാണ് മേനാമ്പാറ കൃഷ്ണന്റെ അമ്പലം. ആ മേനാമ്പാറ ജംഗ്ഷൻ എത്താറായി. കയറ്റം കയറിക്കൊണ്ടിരിക്കുന്ന വണ്ടി. ഇതാണ് മേനാമ്പാറ ജംഗ്ഷൻ. നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റാണ് തിരിയേണ്ടത്. ലെഫ്റ്റ് കഞ്ചിക്കോട്ടിലേക്കും നേരെ വേലന്താവളം, റൈറ്റ് കൊഴലപ്പതിക്കാണ് പോണ റോഡ്. അപ്പൊ നമ്മള് ലെഫ്റ്റ് തിരിയാണ്. മേനാമ്പാറ കഞ്ചിക്കോട് റോഡ്. അപ്പൊ നമ്മള് എടപ്പുകുളം ഭാഗത്ത് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ നേരെ ഇൻഫ്രാ പാർക്ക് PML വഴി നേരെ ഹൈവേ കയറുന്നതാണ്. അപ്പൊ നമ്മള് കറക്റ്റ് ഇൻഫ്രാ പാർക്ക് നമ്മുടെ BML കഞ്ചിക്കോട് എത്തിയിട്ടുണ്ട്. BML കഞ്ചിക്കോട് ഈ കാണുന്നതാണ് BML ജംഗ്ഷൻ. നമ്മളിപ്പോൾ BML ലിമിറ്റഡ് കമ്പനി, ഇവിടെ ആർമിക്കാരുടെ വണ്ടി നിർമ്മിക്കുന്ന സ്ഥലമാണ്.
ഇൻഫൻട്രിക്കാർക്കുള്ള വണ്ടി എവിടെയാ സെറ്റ് ചെയ്യണത് എല്ലാം ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമ്മൾ അടുത്തത് വൈസ് പാർക്ക് ആണ്, കിൻഫ്ര വൈസ് പാർക്ക്. EML ലിമിറ്റഡ് ഡിസ്കോ പൈപ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കച്ചിക്കോട്. നമ്മള് കറക്റ്റ് ചുള്ളിമട പാലം എത്തിയിട്ട് ഒരു 50 മീറ്റർ ഹൈവേ, 50-100 മീറ്റർ നമ്മൾ ഈ ഹൈവേന്ന് ലെഫ്റ്റിക്കാണ് തിരിയേണ്ടത്. നമ്മള് ഹൈവേ ജോയിന്റ് ആയി. നമ്മള് താങ്ക്സ് ഫോർ വൈസ് പാർക്ക്. നമ്മള് ഹൈവേ ജോയിന്റ് ആയിട്ട് നമ്മളിവിടുന്ന് ലെഫ്റ്റാ തിരിയേണ്ടത്. ഇത് നേരെ തൃശ്ശൂർ ബൈപ്പാസ്, പാലക്കാട് തൃശ്ശൂർ ബൈപ്പാസാണ്. കോയമ്പത്തൂർ, പാലക്കാട്, തൃശ്ശൂർ. ഇതാണ് ആലമരം കച്ചിക്കോട് പറഞ്ഞ സ്ഥലം. ഇവിടെ നമുക്കൊരു 2 കിലോമീറ്റർ സാൻമേക്ക് മിഷനിലേക്ക് അവർക്കാണ് നമ്മൾ ഈ ലോഡ് കൊണ്ട് പോണത്. ഇത്ര നേരം നമ്മള് കട്ട് റൂട്ടിലാണ് വന്നത്, സിംഗിൾ റോഡിലാണ് വന്നത്. ഇപ്പോഴാണ് ഒരു ആശ്വാസം ഹൈവേ കയറിയപ്പോൾ. നല്ല റോഡ്. നമുക്ക് ഇവിടുന്ന് ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ, 2-2.5 കിലോമീറ്റർ ഉണ്ടാവും സാൻഡ് ബാങ്ക്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ലോഡ് കൊണ്ട് പോകുന്നത്. ഹൈവേയിൽ എന്താ ഒരു ആശ്വാസം, വണ്ടി ഓടിക്കാൻ നല്ലൊരു സുഖം. ഇതിപ്പോ നമ്മള് സിഗ്നൽ ഇട്ടിരിക്കുകയാണ്. സിഗ്നൽ ഇട്ടിരിക്കുക നമുക്കിപ്പോ എത്രയാണ്, 138 സിഗ്നൽ പോകണം. നമുക്ക് പോവാം. കാണുമ്പോ 138 മാരിയില്ലേ, 13 139 അറിയില്ല. കച്ചിക്കോട് മലബാർ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മൾ അടുത്ത ഒരു ചെറിയ സിഗ്നലിന് ലെഫ്റ്റ് സർവീസ് റോഡ് കയറി പോകണം. നമ്മുടെ ഈ വണ്ടി കച്ചിക്കോട് മെയിൻ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് തിരിയില്ല, ചിലപ്പോൾ ബ്ലോക്ക് ആവും. അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ഒരു ചെറിയ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് ഇറങ്ങി സർവീസ് റോഡ് കയറി പോകും. സർവീസ് റോഡ് കയറി നേരെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സിഗ്നൽ ടച്ച് ആവില്ല. പിന്നെ നമ്മൾ നേരെ തന്നെ പാസ്സാണ്. സിഗ്നൽ അടുത്തെത്താണ്, ഒരു ചെറിയൊരു സിഗ്നൽ. സിഗ്നലിൽ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല, ചെറിയ സിഗ്നൽ. നമ്മൾ ലെഫ്റ്റ് സർവീസ് റോഡ് നമ്മൾ ലെഫ്റ്റ് തിരിയാണ്.
നമ്മൾ കഞ്ചിക്കോട് മെയിൻ സിഗ്നൽ ടച്ച് ചെയ്യാണ്ട് നേരെ പോകുന്ന റോഡാണ്, സർവീസ് റോഡ്. ഇവിടുന്ന് ഒരു കിലോമീറ്റർ അത്രയും ഉണ്ടാവും കൃഷ്ണലേക്ക്. അവിടെ പോയാൽ തന്നെ അറിയാം അത്ര വണ്ടി ഉണ്ടാകുന്നത്. നമ്മള് അവിടെ പോയി വണ്ടികളുണ്ടെങ്കിൽ നമ്മൾ ടണ്ണ് പ്രകാരം ഇറക്കാൻ പറ്റില്ല. ടണ്ണ് പ്രകാരം ഇറക്കാൻ പറ്റും. ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് കയറ്റിയ വണ്ടികൾ, ഞങ്ങളുടെ വണ്ടികൾ പുറകെ വരുന്നുണ്ട്. അതിന് മുമ്പിൽ നമ്മൾ ഫസ്റ്റ് എന്താ പറഞ്ഞ ആദ്യം വന്നാണ് ഞാൻ. അപ്പൊ നമ്മളിതാ കാണുന്ന സിഗ്നല് ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മള് സർവീസ് റോഡിൽ കയറി വന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ആ മെയിൻ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് തിരിയണ്ട, നേരെ പോവാണ്. നേരെ സർവീസ് റോഡിൽ ഈ സിഗ്നല് ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ പോകുന്നത് പാറയ്ക്കാണ്, പാലക്കാട് പാറ റൂട്ടിക്കാണ്. അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ മേനാമ്പാറ അങ്ങനെ ജോയിൻ ചെയ്യുക. ഇതിപ്പോൾ റൈറ്റ് കയറി കഴിഞ്ഞാൽ നമ്മൾ ഹൈവേ കയറി പാലക്കാട് നമ്മളിപ്പോൾ നേരെ ഞങ്ങൾക്കുള്ള സ്ഥലം എത്താറായി. നമ്മൾ ഇറക്കുന്ന സ്പോട്ട് എത്താറായിട്ടുണ്ട്. നമ്മളിവിടുന്ന് ലെഫ്റ്റ് തിരിയണം, ലെഫ്റ്റ് തിരിഞ്ഞു പോകണം. നമ്മള് കഞ്ചിക്കോട് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോ പോണത് LG റോബർ കമ്പനി ലിമിറ്റഡ്. ആ കമ്പനിയുടെ തൊട്ടാണ് ഈ ക്രഷർ. ആ ഭാഗ്യത്തിന് വണ്ടിയില്ല, വണ്ടി കുറവാണ്. ആദ്യം ഇറക്കുകയാണ്. നമ്മള് നേരത്തെ വന്ന കാരണം നമ്മൾ ഫസ്റ്റ് ആ വണ്ടികളുണ്ട്, ഇഷ്ടംമാതിരി വണ്ടിയുണ്ട്. വണ്ടി ഇഷ്ടം പോലെ വണ്ടിയുണ്ട്. ആ 1, 2, 3, 4 വണ്ടിയുണ്ട്. 4 വണ്ടി കഴിഞ്ഞിട്ടൊക്കെ ചെറുവണ്ടിയാണ്. നമ്മൾ കറക്റ്റ് സാൻഡ്ബാഗിന്റെ ക്രഷറിലേക്ക് എത്തിയിട്ടുണ്ട്. വണ്ടികൾ 1, 2, 3, 4, 5ാമത്തെ വണ്ടിയാണ് നമ്മുടെ. ഈ 4 വണ്ടി ഇറക്കിയ ശേഷം നമ്മൾ ടർണ പ്രകാരം ഇറക്കാൻ പറ്റും. ഒരു വണ്ടി അൺലോഡായിട്ട് വരുന്നോണ്ടിരിക്കുന്നുണ്ട്, ടർണ പ്രകാരം ഇറക്കാൻ പറ്റും. ഒരു വണ്ടി വന്നിട്ട് ആ വണ്ടി പോകാൻ പറ്റില്ല. ഞങ്ങളിപ്പോൾ റിവേഴ്സ് എടുക്കുക, റിവേഴ്സ് എടുത്ത് കൊടുക്കുക. ചെറിയൊരു സിംഗിൾ റോഡാണ്. ഈ റൂട്ടിലാണ് വണ്ടികൾ, ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടികൾ ഒതുക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ പോവില്ല. റിവേഴ്സ് എടുക്കാം.
ഇതാണ് സാൻമാക്കിന്റെ വണ്ടി. അത് 10 വില കൊടുത്തു അല്ലേ? ഇപ്പൊ 6 റൂട്ടിലൊന്നും വരില്ലല്ലോ. വരില്ല. നിങ്ങളെ വണ്ടീനെ അത്തിക്കോട് കണ്ടേ. ഇവിടെ നിർത്താം. നമുക്ക് ഓപ്പോസിറ്റ് വണ്ടി വന്ന് പോകാൻ പറ്റില്ല. ഇവിടെ ടർണായി. നമ്മള് ലോഡ് ഇറക്കാൻ പോവാണ്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചിരിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം.